ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരി രോഹിയുടെ അടുത്ത് എന്നും വീട്ടിലാരും ഉറങ്ങിയില്ല എന്നും പറഞ്ഞ് ഇന്ന് നടക്കാതെ പോയ ആ ഒരു ദുഃഖത്തെപ്പറ്റി എല്ലായിരുന്നു വിശദീകരിക്കാം. എന്നിട്ട് രോഹിയുടെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമയം കളയാനാടോ, ഒന്നൊക്കെ താടാന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലും ഒന്നുമില്ലെന്ന് പറഞ്ഞു. നിന്റെ മെമ്മറി കാർഡിൽ കാണും, ഒന്ന് താടാന്ന് പറഞ്ഞുകൊണ്ട് ഈ രോഹി ഇങ്ങനെ നിർബന്ധിക്കുകയാണ് ഈ മോശപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഈ ഹരി. അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞു. രോഹി നല്ല ഉറക്കം. രാവിലെ ആയി. ഉറങ്ങിക്കിടക്കുന്ന രോഹി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അടുത്ത് നമ്മുടെ ഹരിയെ കാണാനില്ല. നോക്കുമ്പോൾ 7 മണി കഴിഞ്ഞു. നോക്കിയപ്പോഴേക്കും ഇവനിത് എവിടെ പോയെന്ന് ഓർത്ത് അതിലെല്ലാം എഴുന്നേറ്റ് നോക്കുക. അപ്പോഴാണ് അവൻ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് മുറിയിലേക്ക് കയറി വരുന്നത്. നീ ഇന്നലെ രാത്രി എപ്പോഴാണ് വന്ന് കിടന്നേ? ഞാൻ ഉറങ്ങിപ്പോയെന്ന് രോഹിത് ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ വെളുപ്പിന് 4-4:30 മണിയായി. അതുവരെ നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അടുത്തൊന്നോണം ഇവൻ എടുത്തിടുക. ഇത് കേൾക്കാനായിട്ടുള്ള ക്യൂരിയോസിറ്റി രോഹിക്ക് ഉണ്ടെന്നുള്ളത് ഹരിക്ക് അറിയാവുന്നത് കൊണ്ട് ഹരി താഴേക്ക് ചെന്ന് വാതിലിൻ്റെ അവിടെ നിന്ന് നോക്കുവാണ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. എന്നിട്ട് താഴേന്ന് പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഹലീനയുടെ എടുത്തോ? ആ, ഞാൻ വിളിച്ചാ പിന്നെ അവൾ വരാതിരിക്കുമെന്ന് ഹരി ചോദിക്കും കേട്ടോ. ഞാൻ ആ ഗോൾഡ് റിങ് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പിന്നെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രോഹിത് ഓടി ചെന്നിങ്ങനെ ഇരുന്ന്, എന്നിട്ട് നീ ഇന്നലെ തിരിച്ച് വന്നില്ലേന്ന് ചോദിച്ചു. വന്നല്ലോ, ഞാൻ വന്നപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നെന്നും ഞാനൊരു 2 മണിക്കൂർ ഉറങ്ങി, എനിക്കിന്ന് ക്ലാസ് ഉണ്ട്, രാവിലെ പോകണമെന്ന് പോകാൻ പറയുക, അതുകൊണ്ട് 6:30 എഴുന്നേറ്റതാണെന്നും. പിന്നെ ഹലീനയോട് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പോകാൻ പറയുക കേട്ടോ. അപ്പോഴേക്കും രോഹിത് ഇങ്ങനെ നോക്കുവാണേ. ഇവിടെ വന്ന് അവൾ വിളിച്ചോ നിന്നെ? നീ എങ്ങനെയാണ് അറിയുന്നത്? നീ നല്ല ഉറക്കമായിരുന്നില്ലേ എന്നൊക്കെ ഹരി ഇങ്ങനെ പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. അവൾ പതിയെ വന്നിങ്ങനെ തോണ്ടി വിളിക്കുക ചെയ്തതെന്നൊക്കെ പറഞ്ഞു. നീ അന്നേരം എന്നെ കൂടെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രാവിലെ 2 കിസ്സിങ്ങിനുള്ള ചാൻസ് ആരെങ്കിലും മിസ് ചെയ്യോടെ പൊട്ടാന്നൊക്കെ ചോദിച്ച് ഹരി ഇങ്ങനെ ഇല്ലാത്തതെല്ലാം പറഞ്ഞ് പിടിപ്പിക്കുവാണ്. ഞാൻ അവളുടെ കൂടെ താഴെ പോയെന്നും അവൾ എനിക്ക് 2 ബുൾസ അടിച്ചു തന്നു, അതോടെ രാത്രിയിലെ ക്ഷീണമൊക്കെ എവിടെയോ പോയെന്നൊക്കെ പറയുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവൻ ഇങ്ങനെ രോഹിത്തിനോട് ഓരോ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിടിപ്പിക്കാം. അപ്പോൾ ഹലീന നിൻ്റെ അടുത്ത് നീ വിശ്വസിക്കേണ്ട, ആർക്കാടാ നിർബന്ധം? എനിക്ക് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ഞാനൊരു ക്ലൂ തരാം നിനക്ക്. നീ താഴെ ചെന്ന് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കണം, അപ്പം നിനക്ക് മനസ്സിലാകും. എന്തു മനസ്സിലാകുമെന്ന്? ഞാൻ പറഞ്ഞത് രാത്രി ഉറക്കൊളിച്ചതിൻ്റെ മുഖമൊക്കെ വാടി കണ്ണൊക്കെ ചുമന്ന് ഉറക്കം തൂങ്ങിയ മട്ടിൽ ഒരു ഉശിരില്ലാതെ അവൾ നിൽക്കുന്നത് നിനക്ക് കാണാം എന്നിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ രോഹിത്തിന് ഭയങ്കര ആഗ്രഹം ഇവൻ പറയുന്നത് പോലെയൊക്കെ ഒന്ന് ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ രോഹിത് ഇരുന്ന് ആലോചന തുടങ്ങി. ഹരിയാണെന്നുണ്ടെങ്കിൽ അതും ഇതെല്ലാം പറഞ്ഞ് വഴി തെറ്റിച്ച് ഇങ്ങനെ കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നവർ രേവതിക്കുട്ടിയായിട്ട്. രേവതിക്കുട്ടി അവിടെ വീടൊക്കെ അടിച്ച് വാരി തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോഴൊരു റൂം അവിടെ അടച്ചിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ രേവതിക്കുട്ടി ഈ റൂം എന്താ എപ്പോഴും അടച്ചിട്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ഈ റൂം തുറക്കാറേ ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ റൂമിൻ്റെ ചുവട്ടിലൂടെ ഇങ്ങനെ തുടയ്ക്കുന്നു. ആ വാതിലൊക്കെ തുറന്ന് നോക്കാനൊരാഗ്രഹം. എന്നിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇതെന്തെങ്കിലും ഈ മുറി എന്ത് മുറിയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ആ മുറിയെ പറ്റിയുള്ളൊരു ചിന്ത ഇങ്ങനെ രേവതിക്കുട്ടിക്ക് ഇങ്ങനെ കിടക്കുക. രേവതിക്കുട്ടി എന്നിട്ട് ഇങ്ങനെ പോയി നോക്കുവാണേ. അങ്ങനെ പതുക്കെ ചെന്നിട്ട് വീടിൻ്റെ താക്കോലെടുത്ത് ആ റൂം തുറന്നു. എന്നിട്ട് ആ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഒരു പല്ല് ചാടി അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി. പേടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കേട്ടോ. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മുറി ഇങ്ങനെ വല്ലാതായി കിടക്കുക. അങ്ങനെ രേവതി ആ മുറി മുഴുവൻ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി. അപ്പോഴേക്കും ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നൊരു ആൾ നമ്മുടെ രേവതിക്കുട്ടിയുടെ ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ, ഇന്ന് എവിടെയായിരുന്നു, ഭയങ്കര പണിയാണോ അകത്ത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ആ പണിയൊക്കെ ഉണ്ട്, അത്ര ഭയങ്കരമൊന്നുമല്ല എന്ന് പറഞ്ഞു. അവർ പറയുന്ന എല്ലാ ജോലിയും ചെയ്യണമെന്ന് ചോദിച്ചു രേവതിയോട്. അപ്പോൾ എന്നോട് അങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്യാൻ പറയില്ല, ഞാൻ അങ്ങ് ചെയ്യുക, എൻ്റെ വീട് പോലെ എന്ന് രേവതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡ്രൈവറായിരുന്നു അത്. അപ്പോൾ ഒന്ന് മാറുമോ എന്ന് ചോദിച്ചാൽ ചേട്ടനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാനൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി ഇങ്ങനെ തുടച്ചും തൂത്തും ഒക്കെ നിൽക്കുക. അപ്പോൾ പറയാത്ത ജോലിയും ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്തിനാ പറയുന്നേ, ഒരു വീടാകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി വഴക്ക് പറയാറുണ്ടല്ലേ? ആദ്യമൊക്കെ ആ വഴക്ക് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. നമ്മുടെ നേരെ തട്ടിക്കയറിക്കൊണ്ട് വരും. ഒന്നുമില്ലെന്നേ, വെറും പാവാ. മാമച്ചായന് ഇച്ചിരി പഞ്ചാര ആലേന്ന് ചോദിക്കുമ്പം ഇത്തിരിയല്ല നല്ലതുപോലെ ഉണ്ട്, അതിന് മരുന്നും കഴിക്കുന്നുണ്ട്, പിന്നെ പാവയ്ക്ക ജ്യൂസും കുക്കുംബറും. ഓ നീ ഒരു പൊട്ടിയല്ലേ എന്നാ ചേട്ടൻ ചോദിക്കുമ്പം ഞാനോ? ആര് പറഞ്ഞു? ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിയാണെന്ന്. എനിക്ക് നല്ലതുപോലെ ചെവി കേൾക്കാം. പിന്നെ ബുദ്ധിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു എല്ലാ ക്ലാസ്സിലും, അറിയാവോ എന്ന് ചോദിക്കുമ്പം ആണോ, വലിയ കേമായി പോയെന്ന്. എന്നിട്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചു. വീട്ടുവേലക്കാരി. ഈ പറയുന്ന നമ്മളോ? ഞാൻ ഡ്രൈവർ,
വലിയ വലിയ വണ്ടികളൊക്കെ ഓടിക്കുന്നവനല്ലേ. ഈ തീവണ്ടി ഓടിക്കുമോ? റോഡിൽ ഓടുന്ന വണ്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഓ, ഡ്രൈവർ ആവാനേ എന്നെ കൊണ്ടും പറ്റും. ഡ്രൈവിങ് പഠിച്ചാൽ മതിയല്ലോ. ഞാൻ പഠിപ്പിക്കാം. അയ്യോ വേണ്ടല്ലോ. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്നാ എന്ന് ചോദിച്ചാൽ അയാൾ അങ്ങ് പോയി. അതെ ജോസൂട്ടി ചേട്ടാ. എന്താ വച്ചേ? ഏതെങ്കിലും ഒന്ന് നീ വിളിച്ചാൽ മതിയോ? ഒന്നെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ ജോസൂട്ടി. അവിടെ ഒരു മുറി അടച്ചിട്ടേക്കുന്നത് കണ്ടല്ലോ മേളില്. അതെന്താ തുറക്കാത്തേന്ന് ചോദിക്കുമ്പം വലിയ വേസ്റ്റ് ഫർണിച്ചറൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതായിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ മുതൽ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ചേട്ടൻ വന്നിട്ട് എത്ര നാളായി? 2 വർഷം കഴിഞ്ഞു. ഓ ആണോ? എന്താ പ്രശ്നം? ഒന്നുമില്ല, അടഞ്ഞു കിടക്കുന്നത് കണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ആ റൂം മാത്രം തുടയ്ക്കാൻ പറ്റിയിട്ടില്ല. അതുകൂടി തൂത്ത് തുടച്ചാലേ തൃപ്തി ആവത്തുള്ളായിരിക്കും അല്ലേ? എങ്ങനെയാ മനസ്സിലായത്? അത് കണ്ടാലേ അറിയാമല്ലോ. പിന്നെ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് പുള്ളി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത്ത് കോളേജിൽ പോയിട്ട് നേരത്തെ വീട്ടിൽ വന്നു. കോളിംഗ് ബെല്ല് അടിച്ചു. അലീന വന്ന് വാതിൽ തുറന്നു. അലീന അന്നേരം ഈ നേരത്തെ വന്നപ്പോൾ രോഹിത്തിനെ കണ്ടു ചോദിച്ചു, ഇന്നെന്താ ക്ലാസ്സിലായിരുന്നോ? നേരത്തെ പോന്നേ? ക്ലാസ് ഉണ്ട്, അത് പക്ഷേ എനിക്ക് പെട്ടെന്നൊരു തലവേദന വന്നു. അപ്പോൾ പിന്നെ വേഗം വരാമെന്ന് വെച്ചു. ഞാനിങ്ങ് പോന്നതാണെന്ന് പറയുമ്പോൾ ബാം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തരാം, എൻ്റെ കയ്യിലുണ്ടെന്ന് അലീന പറഞ്ഞു. ഓയിൻമെൻ്റൊക്കെ ഉണ്ട്, പെയിൻ ബാം ഉണ്ട് എൻ്റെ കയ്യിൽ. അല്ല ഇതെന്തിനാ ഈ ഡോർ എപ്പോഴും അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നേ? അത് പിന്നെ ഞാൻ മിക്കവാറും കിച്ചണിലല്ലേ ചാരയിട്ടിരുന്ന വല്ല കള്ളന്മാരും കയറിയാൽ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു അലീന. നമ്മൾ സൂക്ഷിച്ചാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അലീന പറയാം. അടച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് രോഹിത് അകത്തേക്ക് കയറിപ്പോയി. അലീന അങ്ങ് വന്നപ്പോൾ അലീനയോട് ഒരു കപ്പ് കാപ്പി വേണമെന്ന് പറഞ്ഞു. അലീന കാപ്പി എടുക്കാനായിട്ട് പോയി. ഇപ്പം മുറിയിലേക്കും പോയി. എന്നിട്ട് അലീന വരുന്നത് നോക്കി ഇവനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് അലീന ചായയും കഴിക്കാനുള്ളത് എടുത്തപ്പോൾ എനിക്ക് ചായ മാത്രം മതിയെന്ന് പറഞ്ഞു. പറഞ്ഞു അലീന ചായ ആയിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുക കേട്ടോ. പാവത്തിൻ്റെ മനസ്സിൽ കുഞ്ഞനിയൻ എന്നുള്ളൊരിതാണല്ലോ. അലീന എന്നിട്ട് അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് ഇവൻ ഒന്നും അല്ലാത്തതുപോലെ കട്ടിലിൽ ഡ്രസ്സൊക്കെ കിടക്കുന്നിടത്ത് അയൺ ചെയ്ത് മടക്കിക്കൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ചായ എന്നും പറഞ്ഞ് അലീന അങ്ങോട്ടേക്ക് ചെന്നു. ചായ കൊണ്ടുവന്ന് ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ചായയും കുടിച്ച് നമ്മുടെ രോഹി അവിടെ അങ്ങനെ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് എൻ്റെ കയ്യിലൊരു ഓയിലുണ്ട്, തലവേദനയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞു അലീന. മെഡിസിൻ ബോക്സും കൊണ്ടാണോ നടക്കുന്നതെന്ന് രോഹിത് അന്നേരത്തേക്ക് അലീനയോട് ചോദിച്ചു. മുൻപ് പറഞ്ഞു ബാം തരാമെന്ന്. സ്നേഹനികേതനത്തിലായിരുന്നപ്പോഴേ അതൊക്കെ വേണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, കുട്ടികളും രോഗികളും പ്രായം ചെന്നവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പനിയോ തലവേദനയോ വയറുവേദനയോ ഒക്കെ വന്നാൽ രാത്രിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് അതൊക്കെ കയ്യിൽ കരുതിയതാ. സ്നേഹനികേതനം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഓർഫണേജ്, അനാഥരെ സംരക്ഷിക്കുന്ന സ്ഥലമാണതെന്ന കാര്യം അലീന ഇങ്ങനെ രോഹിക്ക് പറഞ്ഞു കൊടുത്തു. വേറൊരിടത്തും വീട്ടുജോലിക്കൊന്നും നിന്നിട്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ വീട്ടുജോലിക്കൊന്നും വന്നതല്ല, മുത്തശ്ശിയെ നോക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ടുവന്നതാ. അതും ഞാൻ ഒരു വീട്ടിൽ പോയി താമസിച്ച് ചെയ്തിട്ടില്ല, കൊല്ലപ്പള്ളിയിലെ വീട്ടിലാണ് ആദ്യമായിട്ടെന്ന് അലീന പറഞ്ഞു. ആ സമയത്ത് രോഹിത് ഇങ്ങനെ പതുക്കെ വരും കേട്ടോ. ഇവിടെ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് വീട്ടുജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മാഡം പറഞ്ഞിട്ട് ചെയ്യുന്നതാ. എനിക്ക് വേണമെങ്കിൽ പറ്റത്തില്ല എന്ന് പറയാം, ഇട്ടിട്ട് പോവുകയും ചെയ്യാം. മുത്തശ്ശിയെ ഓർത്താ ഞാൻ പോവാത്തത്. അതുമാത്രമല്ല പിന്നെ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്നിങ്ങനെ നമ്മുടെ രോഹിത് ഇങ്ങനെ നോക്കി. അലീന ഇല്ല ഒന്നുമില്ല, ചായ കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് അമ്മ എന്നുള്ളൊരു പാവത്തിൻ്റെ മനസ്സിലേക്ക് വന്നതാ. മേഡം വിചാരിച്ചിരിക്കുന്നത് എനിക്ക് നിവർത്തികേടുണ്ടായിട്ടാ ഞാനിതെല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്നാ. അമ്മ ഒരു പ്രത്യേക ടൈപ്പാ, പണ്ടേ അങ്ങനെയാ, എല്ലാവരോടും ഒരുമാതിരി ദേഷ്യം പോലെയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളോടും അങ്ങനെ തന്നെയാ. ശരിക്കും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നെ ഇഷ്ടമല്ല അതെനിക്ക് അറിയാമെന്ന് പറയുമ്പം അത് ഇത്രയും പ്രായക്കുറവുള്ളത് കൊണ്ടാ. കല്യാണം കഴിയാത്ത പെൺപിള്ളേരെ സെർവൻ്റായിട്ട് വന്ന അമ്മ അങ്ങനെയാ. കൂടി വന്ന 1 മാസം അപ്പോഴേക്കും അമ്മ പറഞ്ഞയക്കാറാ പതിവ്. എന്നോടും അങ്ങനെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഉണ്ടല്ലോ സപ്പോർട്ടിന്, അതുകൊണ്ട് ചിലപ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റിയേക്കും എന്നൊക്കെ ഇങ്ങനെ രോഹി പറയണം. ആ ഒരു സമയത്ത് മുറിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്കാണെങ്കിലും ഈ റൂം എന്താ ഇങ്ങനെ ഇട്ടിരിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ എന്നും ക്ലീൻ ചെയ്യുമ്പോൾ നല്ലതുപോലെ അടുക്കി സെറ്റ് ചെയ്ത് വെക്കുന്നതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തും വൃത്തിയാക്കുക. പിറ്റേ ദിവസം എല്ലാം അലങ്കോലപ്പെട്ടാണല്ലോ കിടക്കണതെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ എല്ലാം നീറ്റാക്കിയൊക്കെ വെച്ചോളാം, പക്ഷെ അലീന എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന്. ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാവുന്ന അലീന അന്നേരം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ അലീന ഇങ്ങനെ മുടക്കിയൊക്കെ വൃത്തിയാക്കി അലമാരിയിലൊക്കെ ഇങ്ങനെ വെക്കുന്നു.
അപ്പം എല്ലാം കുഴച്ച് മറിച്ചിട്ടേക്കും അല്ലേ, ഞാൻ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ എല്ലാം അടുക്കി വെച്ച് തരാം കേട്ടോ എന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ മനസ്സിൽ ആ മറ്റവൻ പറഞ്ഞ വിഷം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അലീന ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ അലമാരി അടച്ചു വെക്കുന്ന സമയത്ത് ഇവൻ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അത് കണ്ടപ്പോൾ അലീനയ്ക്കൊന്ന് പേടിയായി കേട്ടോ. അലീനയെ കണ്ട ഓർഫണേജിൽ നിന്ന് വന്നതാണെന്ന് തോന്നത്തേ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനെന്നൊക്കെ രോഹിത് ഇങ്ങനെ അലീനയോട് പറയുന്നു. അപ്പം അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയായി. തൻ്റെ കുഞ്ഞനിയനാണ്, തൻ്റെ അമ്മയെ പ്രസവിച്ച മകൻ, ആ മകൻ തൻ്റെ കുഞ്ഞനിയൻ താൻ ആരാണെന്ന് അറിയാതെ തൻ്റെ മുന്നിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോഴുണ്ടല്ലോ നമ്മുടെ അലീന ഞെട്ടിപ്പോയി. എനിക്ക് കണ്ടപ്പം മുതൽ അലീനയെ വലിയ ഇഷ്ടമായി എന്നൊക്കെ രോഹിത് അലീനയോട് പറഞ്ഞു. അലീന ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ ആരാണെന്ന് വിചാരിച്ചാണെന്ന് അലീന അന്നേരം രോഹിയോട് ചോദിക്കോ. എന്നെപ്പറ്റി അങ്ങനെയൊന്നും വിചാരിക്കരുതെന്നും അലീന പറഞ്ഞു. മഹാപാപമാണതെന്നും പറഞ്ഞു. പിന്നെ എന്നെ സ്വന്തം സഹോദരിയെ പോലെ കാണാവുള്ളൂ എന്നും അലീന പറയൂ കേട്ടോ. അപ്പം എനിക്ക് 2 സഹോദരിമാരുണ്ട്, ഇനി ഒരെണ്ണത്തിനെയും കൂടി എനിക്ക് വേണ്ടാന്ന് അന്നേരം രോഹിത് അലീനയോട് പറഞ്ഞു. അന്നേരം അലീന അവിടുന്ന് പോകാൻ നോക്കി. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ തടഞ്ഞു നിർത്തും കേട്ടോ. അലീനയ്ക്ക് പേടിയായി. പ്ലീസ് ഇനി ഒരിക്കലും എന്നെ അങ്ങനെ കാണരുതെന്ന് പറയോ, പ്ലീസ് പ്ലീസ് എന്ന് അലീന പറഞ്ഞു. ദൈവത്തെ ഓർത്ത് ഞാൻ അങ്ങനെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് രോഹിത് അലീനയോട് പറയണം. എൻ്റെ അടുത്ത് വല്ല നിഷ്കളങ്കയായിട്ടൊന്നും അഭിനയിക്കല്ലേ, എനിക്കറിയാം നീ ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അലീന പകച്ചുപോയി. പാവം ഹരി പറഞ്ഞു കൊടുത്ത വൃത്തികേടുകൾ മുഴുവൻ മനസ്സിലിട്ടുകൊണ്ടാണ് രോഹിത് അലീനയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പൂർണ്ണമായും അലീനയ്ക്ക് അറിയില്ലല്ലോ. ആ ഒരു സമയത്ത് അലീന തന്നെ സമീപനം പാലിച്ചിങ്ങനെ നിൽക്കുക. കൈ മാറ്റാൻ അലീന പറഞ്ഞു. ഇല്ലെങ്കിലോ കൈ മാറ്റാന്ന് പറഞ്ഞ അലീന കൈ എടുത്ത് ഒരു ഒറ്റ തട്ടലും തട്ടിയച്ച് അലീന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുക. കരഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിരുന്നു. താഴെ ഇറങ്ങി വന്ന് നിന്ന് അലീന ഭയങ്കര കരച്ചിൽ. എന്നിട്ട് നേരെ ആ ഒരു മുറിയിലേക്ക് വന്ന് നിന്നിട്ട് പേടിച്ച് വിറച്ച് അവിടെ നിന്ന് ഇങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് കരയുവാണ്. ആ ദയനീയ അവസ്ഥ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആരോരും ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നൊക്കെ കാണിച്ചുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ അഗൈൻ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.